എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടത് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തില് വർഷേനെ കൊണ്ട് വീടൊക്കെ നടന്ന് കാണിക്കുകയാണ്. പിന്നീട് ശ്രുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി വർഷയോട് പറഞ്ഞതേ, ഈ വന്നേക്കുന്ന ആരെന്നറിയോ, ഇവളാണ് എന്റെ മൂത്ത മരുമകളെന്ന് പറഞ്ഞ് ശ്രുതിനെ പരിചയപ്പെടുത്തുവാണ്. പിന്നീട് പറഞ്ഞു, ഇത് വലിയ കാശുകാരിയാ, മലേഷ്യയിലൊക്കെ അവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള, അവരുടെ അച്ഛന് ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പം ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. കാരണം വർഷയോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമില്ല എന്നറിയുന്ന ഒരു നിമിഷം തകർന്നു പോവും തന്റെ അമ്മായിമ്മ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞോണ്ടാ നിൽക്കുന്നേ. ദൈവമേ, ഇനി എങ്ങാനും പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് വർഷം പറഞ്ഞു, ആഹാ കൊള്ളാലോ, മലേഷ്യയില് വലിയ ബിസിനസ്സും കാര്യങ്ങളും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടത് ശ്രുതി പറഞ്ഞു, അതേന്ന് പറയണം. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് ചായയായിട്ട് വന്നു. ചായ എന്ന് പറയാണ്. അങ്ങനെ അവർക്കെല്ലാം ചായ കൊടുത്തു. ചായ കൊടുത്തിട്ട് രേവതി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു, നിനക്ക് അടുക്കള പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കാം. പണികളൊക്കെ ഒരുമാതിരി ഒതുങ്ങി അമ്മയെന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി വർഷാനെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തണം. മോൾ ഇവിടെ ഇരിക്കുക, നമുക്ക് സംസാരിക്കാന്ന് പറയാണ്. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, അല്ല മോളെ, മലേഷ്യയിലെ മോൾക്ക് വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളേന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛന് ബിസിനസ്സും കാര്യങ്ങളും. അതാ പറഞ്ഞേ, ദേ വർഷേ, നിനക്കറിയാവോ അവിടുത്തെ വലിയൊരു ടവറില്ലേ? എന്താ ടവറാ? എന്താടാ ശ്രുതിന്ന് ചോദിക്കുക. ഇത് കേട്ടോ ശ്രുതി ചോദിച്ചു, മൊബൈൽ ടവർ ആണെന്ന് ചോദിക്കാം. ഓ, നിനക്ക് ഈ മൊബൈൽ ടവറിന്റെ കാര്യം മാത്രം അറിയാമല്ലോ, അല്ലാതെ വേറെ ഒരു ടവർ ഇല്ലേ? നേരത്തെ ശ്രുതി പറഞ്ഞ് മറന്നുപോയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വർഷം ചോദിച്ചു, എന്താമേ ട്വിൻ ടവർ ആണോന്ന് ചോദിക്കണം. ഓ, അത് തന്നെ, ആ ടവർ തന്നെ, മലേഷ്യയിലെ ഏറ്റവും വലിയ ടവറല്ലേ. അത് ആരുടെയാന്നറിയോ? ഈ പറയുന്ന ശ്രുതിയുടെയാന്ന്. ശ്രുതിയുടെ അച്ഛന്റെ ടവറാന്ന് പറയണത്. ശ്രുതിയുടെ അച്ഛന്റെ ടവറോ? എന്തൊക്കെയാ അമ്മ ഈ പറയണെന്ന് ചോദിക്കാം. അത് ഏറ്റവും വലിയ ടവർ അറിയാവോ? അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയണേ. അങ്ങനെയൊക്കെയാണോ? ചന്ദ്രമതിക്ക് പറഞ്ഞു പോയത് അബദ്ധമായി പോയെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അതിനെക്കുറിച്ച് വിസ്തീകരിച്ച് അങ്ങോട്ട് വർഷ പറയാണ്. അതിന്റെ ഹൈറ്റും കാര്യങ്ങളും അതിന്റെ 88 ടവറുകളുണ്ട്, അതെല്ലാം അങ്ങ് പറയുവാണ്. ഇത് കേട്ടപ്പോ ശ്രുതി ആകെപ്പാടം ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ദൈവമേ, ചെന്ന് കഴുത്ത് വെച്ച് കൊടുക്കുകയും ചെയ്തു. അമ്മയോടോട്ട് ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് മയക്കെടുത്ത. പക്ഷെ വർഷയ്ക്ക് ബുദ്ധിയുണ്ട്, അവൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിരിക്കുന്നു. പെട്ടെന്ന് രേവതി ചോദിച്ചു, ആഹാ, വർഷ അവിടെ പോയിട്ടുണ്ടോന്ന് ചോദിക്കുക. പോയിട്ടില്ല, പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തെല്ലാം നോക്കും, അങ്ങനെ പഠിക്കുകയും ചെയ്യും. അപ്പൊ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാ. പിന്നീട് വർഷം പറഞ്ഞു, അതെ ആന്റി, ഒരു കാര്യം ഞാൻ പറയാട്ടോ. ഈ കാര്യം ആന്റി ഇവിടെ പറഞ്ഞു, ശ്രുതിയുടെ അച്ഛൻ ടവറാന്നുള്ള കാര്യം. പക്ഷെ അത് പുറത്തിറങ്ങി പറയരുത്. മലേഷ്യയിൽ എങ്ങനെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യ പോലീസ് ആന്റിനെ പിടിച്ച് അകത്തിടൂന്ന് പറയണേ. അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ? എന്റെ ആന്റി, അതൊരു വാലിറ്റൈഡ് സെന്റർ ആണ്, അറിയാലോ. അതങ്ങനെ നമുക്ക് അങ്ങനെയൊന്നും മേടിക്കാൻ പറ്റുന്ന കാര്യമല്ലാന്ന് പറയണ. അയ്യോ, അത് പിന്നെ അങ്ങനെയല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചേ. അത് പിന്നെ അവിടുത്തെ കുറെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇനി മേടിക്കണം എന്ന് ഉദ്ദേശിച്ച ശ്രുതിയുടെ അച്ഛൻ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച. വീണടുത്ത് കിടന്നങ്ങോട്ട് ഉരുളുവാണ്. പറഞ്ഞും പോയി, നാവിന്ന് പിഴ വന്നും പോയി. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ വീണടുത്ത് കിടന്ന് ഉരുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയാണ് ആകെപ്പാടെ ഞെട്ടി നിൽക്കുക. ഈ ആന്റി എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? മിക്കവാറും വർഷ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും തോന്നി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ, എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? അത്രയും കാശ്, അത് മേടിക്കാനുള്ളത്രയും കാശുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ അത്രയും പൈസക്കാരിയാന്ന്. അല്ലാതെ കണ്ട ആപ്പൊന്നും അല്ല എന്റെ മരുമോളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി ചന്ദ്രമതിനെ ഒന്ന് നോക്കുകയാണ്. രേവതിക്കാണെങ്കിൽ സങ്കടമൊക്കെ ഒന്ന്. കാരണം ഇങ്ങനെ മരുമോളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ തന്നെ കുറിച്ചൊരു വാക്ക് പോലും ഇതായിട്ടും പറഞ്ഞിട്ടോ ഒന്നുമില്ല. പക്ഷെ രേവതിക്ക് സങ്കടം വന്നെങ്കിലും രേവതി അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വന്നേ. അപ്പൊ ശ്രീകാന്തിനോട് വർഷം പറഞ്ഞു, അതെ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറയാണ്. ഉച്ച സമയം എവിടെയെങ്കിലും പോയി കിടക്കണം, നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട്, മുറിയിലേക്ക് പോകാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, മുറി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഏത് മുറിയിലേക്ക് പോകാനാ? ആകെപ്പാടെ 3 മുറിയുണ്ട്. എല്ലാ മുറിയിലും ഒരാൾക്കാരൊക്കെ തന്നെയാണ് ഉള്ളത്. ഒരു മുറി ശ്രുതിയുടെ, പിന്നെ വന്നിരിക്കുന്ന സച്ചിയുടെ രേവതിനെ, പിന്നെ ഒന്ന് ചന്ദ്രമതിയുടെ രവീന്ദ്രന്റെ. ഇനിയിപ്പം മുറിയൊന്നും ഫ്രീ ഇല്ല. അപ്പൊ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ അവസ്ഥയില് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ വർഷം പറഞ്ഞു, എന്താ ശ്രീ, നമുക്ക് പോവാം, മുകളിലാണോ മുറി, എന്നാ മുകളിലേക്ക് പോയേക്കാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അയ്യോ മോളെ, ഒരു കാര്യം ചെയ്യാം, മോളെ ഒന്ന് പുറത്തൊന്നൊക്കെ പോയിട്ട് വാ. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, പെട്ടെന്ന് നിങ്ങൾ വന്നോണ്ട് ഞങ്ങൾ മുറിയൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഞങ്ങൾ മുറിയൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിടാം, നിങ്ങൾ പുറത്ത് പോയിട്ട് വരാൻ പറയണം. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ
പറയുന്ന അനുസരിക്കണം, പോയിട്ട് വരാൻ പറയണം. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടെ പുറത്തേക്ക് പോവാണ്. ഈ സമയം ശ്രുതി വന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു, അല്ലമ്മേ അതിന് മുറിയില്ലല്ലോ ഇവിടെ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുക. അവർക്ക് കൊടുക്കാണ്ട് മുറി വേണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. ശ്രുതിക്കും ഒന്നും മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്. അപ്പോഴേക്കുമാണ് അങ്ങോട്ട് രേവതി വന്നെ. രേവതിയുടെ വിളിച്ചോണ്ട് ചന്ദ്രമതി മുറിയിലേക്ക് പോകണം. നീ ഇങ്ങോട്ട് മുറിയിലേക്ക് വരാൻ പറയണം. എന്താമേ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. രേവതിയോട് പറഞ്ഞു, നിങ്ങളുടെ ഈ മുറിയെല്ലാം ക്ലീൻ ആക്കാൻ പറയണം പെട്ടെന്ന്. ക്ലീൻ ആക്കാൻ എന്തിനാ അമ്മ ഇത് ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്ന? അതല്ല പറഞ്ഞ, ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടും. അമ്മ ഇത് രാവിലെ തുടച്ച് പെറുക്കി ഇട്ടേക്കുന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇട്ടേക്കണ. അതൊന്നും പോരാ, നല്ല ബെഡ്ഷീറ്റ് ഇടണമെന്ന് പറയാം. അതിന്റെ ആവശ്യം എന്താമ്മേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇത്രയും ക്ലീനിങ് നന്നായിട്ട് വൃത്തിയാക്കി കിടക്കുന്നതോടെ വീണ്ടും ഇനി എന്തിനാ ക്ലീൻ ചെയ്യുന്ന ചോദിക്കുക. അതങ്ങോട്ട് പറയുന്ന അനുസരിച്ചാൽ മതി. ഇന്നാണ് ഇവിടെ ആദ്യരാത്രി എന്ന് പറയാണ്. ആദ്യരാത്രിയോ? അതെ, ശ്രീകാന്തിന്റെയും വർഷയുടെ ആദ്യരാത്രി ഈ മുറിയിലാന്ന് പറയണം. അമ്മ എന്തൊക്കെയാ പറയണേ നിൽക്കും. എന്താ നിനക്ക് അങ്ങോട്ട് സൂചിച്ചില്ലേന്ന് നിൽക്കും. അല്ല അത് പിന്നെ അമ്മ കുഴപ്പമൊന്നുമില്ല, അവരുടെ ആദ്യരാത്രി നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ മുറിയില് അപ്പൊ ഞങ്ങൾ എവിടെ കിടക്കുമെന്ന് ചോദിക്കോ. ഓഹോ, നീയൊന്നും പട്ടുമത്തേലാണല്ലോ കിടക്കണേ, നിനക്ക് ഈ മുറിയിലെ കിടക്കാൻ പറ്റില്ലല്ലേന്ന് ചോദിക്കുവാണ്. അല്ല അത് പിന്നെ അമ്മേ അതിനുള്ളേടി നിനക്ക് ഹാളുണ്ട്, വേണമെങ്കിൽ ടെറസിന് മുകളിലുണ്ട്, അവിടെ പോയി കിടന്നു. നീ നിന്റെ വീട്ടിൽ എങ്ങനെയാ കിടന്നോണ്ടിരുന്നേ? എന്നും നീ പട്ടുമത്തേലാണോ കിടന്നോണ്ടിരുന്നേ? അല്ലല്ലോ, പിന്നെ നിനക്ക് എന്താണ് ഈ കുഴപ്പം കയറി കിടന്നാലെന്ന് ചോദിക്കുക. വർഷയ്ക്കാണെങ്കിൽ അല്ല രേവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയാ. രേവതി പറഞ്ഞു, അത് പിന്നെ അമ്മേ ഞാൻ എന്താ പറഞ്ഞ മനസ്സിലായല്ലേ, പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മതി, കൂടുതൽ ചോദ്യം കാര്യങ്ങളും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയണം. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ മാറ്റാൻ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അമ്മ പറഞ്ഞല്ലോ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അത് ഞാൻ സമ്മതിച്ചു. ഞങ്ങളധികം പൈസ ഇല്ലാത്തവരാ, എല്ലാവർക്കും ഓരോ മുറികളും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങള് അവസ്ഥ തന്നെ വളരെ പരിതാപകരമാ. പക്ഷെ അത് ഞാൻ അംഗീകരിച്ചു തന്നിരിക്കുന്നു. എനിക്ക് എവിടെ വെള്ളം കിടക്കുന്നതിന് കുഴപ്പമില്ല, തറയിലോ താഴെയോ എവിടെ വെള്ളം ഞാൻ കിടന്നോളാം, ടെറസിന്റെ മോളിൽ വേണം അവിടെ പോയി ഞാനും കിടന്നോളാം. പക്ഷെ സച്ചേന്റെ കാര്യമുണ്ടല്ലോ, സച്ചേൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വണ്ടി ഓടിച്ചിട്ട് വരുന്ന എവിടെയെങ്കിലും വൈകുന്നേരം നടുവ് നുറുക്കാൻ വന്നു കഴിയുമ്പോൾ നിലത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ സച്ചേന്റെ നടുവിന് വേന ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ്, അല്ലാതെ എന്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ലാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇന്നൊരു ദിവസം അവരെ കിടക്കട്ടെ, പിന്നെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരെ എങ്ങോട്ടും മാറ്റാന്നൊക്കെ പറയാം. രേവതിനെ അങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ചന്ദ്രമതി. രേവതിനെ കയ്യിലെടുത്തിട്ട് കാര്യമുള്ളെന്ന് പറയണം. നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്, ആദ്യ ദിവസമാണ്, അപ്പൊ അവർക്ക് വേണ്ടുന്ന മര്യാദയും കാര്യങ്ങളൊക്കെ കൊടുക്കണം നമ്മളല്ലേന്ന് ചോദിക്കുക. ഇനിയിപ്പം നമ്മളായിട്ട് അവരെ വേറെ മാറ്റി കിടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനിയും പ്രശ്നങ്ങളാവും. ശ്രീകാന്തിന് ഭയങ്കര വിഷമം വരും. അവൻ ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് പോകാൻ ഒട്ടും ഇഷ്ടമുള്ളതല്ല. അവനെ അച്ഛനെ എല്ലാവരും അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സച്ചേട്ടൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറയണം. സച്ചേട്ടൻ പറഞ്ഞിട്ട് പറയാന്ന് പറയാം. വേണ്ട, സച്ചിനെ ഒന്നും വിളിക്കാൻ നീ പോണ്ട, ഇപ്പൊ സച്ചിനെ വിളിച്ചാൽ ശരിയാകത്തില്ല. അവൻ ചുമ്മാ ഓരോ വർത്താനങ്ങളൊക്കെ പറയും. നീ എത്രയും പെട്ടെന്ന് മുറിയൊക്കെ പോയെന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയിട്. എന്നിട്ട് അടിച്ചുവാരി വൃത്തിയാക്കുക മാത്രമല്ലേ ചെയ്യണ്ടേ, അല്ല പൂവിരിപ്പില്ലേ ബാക്കി, കുറച്ച് പൂവ് എടുത്തിട്ട് മുറിയൊക്കെ ഒന്ന് അലങ്കരിക്കാൻ പറയണം. അത് പിന്നെ അമ്മ ഞാൻ നീ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി, നമ്മുടെ കടമയല്ലേ, നമ്മൾ ചെയ്യേണ്ടതല്ലേ. ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രവിയേണ്ണന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. രവിയേണ്ണ പണ്ടത്തെ പോലെ ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേണം സഹിച്ചു ക്ഷമിച്ചു എല്ലാം മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ കയ്യിലെടുക്കുകയാണ്. രേവതിയുടെ നയത്തിൽ പറഞ്ഞു കഴിയുമ്പോ പാവൻ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം രേവതി പറഞ്ഞു, അമ്മ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാന്ന് പറയാം, അത് കൂടുതൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ രേവതി മുറിയെല്ലാം അലങ്കരിക്കുകയാണ്. ആദ്യരാത്രിക്ക് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളെല്ലാം നടത്തുകയാണ്. അലങ്കരിച്ചിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അല്ല നീ പാലൊക്കെ തിളപ്പിച്ച് വെച്ചോന്ന് ചോദിക്കും. അമ്മയല്ല പറഞ്ഞു ഇപ്പൊ വേണ്ടാന്ന്. ഓ ശരി, അന്നെങ്കിൽ അത് പിന്നെ മതി, തലക്കാലത്തേക്ക് ഇപ്പൊ വേണ്ട, അത് പിന്നെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കയറിപ്പോണം. ആ സമയം രേവതി അടുക്കളയിലേക്ക് പോവാം. അപ്പൊ രേവതിയോട് ഒരു കാര്യം ചെയ്യണം, നീ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കണം, ഇന്ന് സന്തോഷയുടെ ദിവസമല്ലേ നിൽക്കും. ശരി അമ്മേ ഉണ്ടാക്കാന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ആ സമയത്താണ് സച്ചിയുടെ വരവ്. സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, ആഹാ ഭയങ്കര പണിയാന്ന് തോന്നല്ലോ, ഓ ഇന്ന് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉപ്പുമാവ് ഉണ്ടാക്കി തരുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഉപ്പുമാവ് വേണമെന്ന് ചോദിക്കും. വേണം, ഇന്ന് ഉപ്പുമാവ് തിനാൻ ഭയങ്കര ഒരു തോന്നല്, ഉപ്പുമാവ് ഉണ്ടാക്കി തരാമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഉണ്ടാക്കി തരാം. സച്ചിയാണ് അങ്ങോട്ട് പോയിക്കോളാൻ പറയാണ്. സച്ചി നേരെ മുറിയിലേക്ക് വരുവാണ്. കഥവ് തുറന്നു നോക്കിയപ്പോ സച്ചി അന്തം വിട്ടുപോയി. മുറി മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആദ്യരാത്രിക്കുള്ള അലങ്കാരം പോലെ ഒരുക്കി വെച്ചിരിക്കുന്നു. ആഹാ കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്, ഇത് പൊളിക്കും. അപ്പൊ ഇത്രയും ദിവസം പിണങ്ങിയിരുന്നോണ്ട് ഇന്ന് ആള് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ സച്ചി ഭയങ്കര സന്തോഷത്തോടെ ബെഡിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുവാണ്. ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നത് നല്ല. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. രേവതിയെ കണ്ട് സച്ചി പറഞ്ഞു, ആ എനിക്ക് മനസ്സിലായി, വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ചോദിക്കുകയാണ്.
എന്ത്? അല്ല ഇവിടെയൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നേ. അപ്പൊ അറിയാം വഴക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടപ്പോ രേവതി സച്ചേട്ടൻ എന്തൊക്കെയാ പറയണ നിൽക്കും. അതെ, കുറെ പൂവൊക്കെ ചെലവാക്കിയിട്ടുണ്ടല്ലോ ഒന്ന് മുറി അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. എന്നും ഇങ്ങനെയാണ് നല്ല രസമായിരിക്കും അല്ലേ രേവതി എന്ന് ചോദിച്ചിട്ട് ആ ബെഡിലേക്ക് ചാടി ഇരിക്കുവാണ്. രേവതി പെട്ടെന്ന് സച്ചേട്ടൻ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയണേ. എന്തിനാ? ഇങ്ങോട്ട് എഴുന്നേക്ക്. ഞാൻ എന്തിനാ എഴുന്നേക്ക്? നീയും കൂടി ഇങ്ങോട്ട് ഇരിക്കാൻ പറയണം. ഇതേ സച്ചേട്ടാ എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേറ്റാ മതി എന്ന് പറഞ്ഞാൽ കയ്യേലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ്. എന്താ? അത് പിന്നെ എഴുന്നേക്ക്. ആദ്യരാത്രിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയാ സമ്മതിച്ചെന്ന് പറയണ. പിന്നെന്താ കുഴപ്പം? നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ ആദ്യരാത്രി ആഘോഷിച്ചേക്കാന്ന് പറയണ. അതല്ല സച്ചേട്ടാ, നമുക്ക് വേണ്ടല്ല ഇത് അലങ്കരിച്ചെന്ന് പറയണം. പിന്നെ നമ്മുടെ മുറി പിന്നെ നമുക്ക് വേണ്ടി അല്ലാതെ പിന്നെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് രേവതി അലങ്കരിക്കുന്നത് ചോദിക്കുക. അതല്ല സച്ചേട്ടാ, ശ്രീകാന്തിന്റെയും വർഷയുടെ ആദ്യരാത്രി അല്ലേ, അവർക്കൊന്ന് ശാന്തി മുഹൂർത്തം കുറിക്കണ്ടെന്ന് പറയണം. അതിന് നമ്മുടെ മുറി അലങ്കരിച്ചേക്കുന്ന എന്തിനാ? അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. അത് പിന്നെ അവർക്ക് വേറെ മുറിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ മുറിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആദ്യരാത്രി ഇവിടെയാന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യങ്ങള്. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു ഇവിടെ അലങ്കരിക്കാനായിട്ട്? ഞാൻ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മ പറഞ്ഞിട്ട്. ഓഹോ, അപ്പൊ അമ്മ പറഞ്ഞിട്ട് നീ ഇവിടെ എല്ലാം അലങ്കരിച്ചു വെച്ചിരിക്കുമല്ലേ? ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നീ ഞാൻ കാണിച്ചു തരാന്ന് പറയണ. വേണ്ട സച്ചേട്ടാ, ഒരു വഴക്കുണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാം. നീ അവിടെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. സച്ചി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രേവതി കയ്യിലേക്ക് കയറി പിടിച്ചു. സച്ചേട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. നീ വെറും പൊട്ടിയാ, നിന്നെ ഓരോന്ന് പറഞ്ഞ് മയക്കെടുത്തിരിക്കും അമ്മ. ഇതങ്ങനെ വെറുതെ വിട്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഹാളിലേക്ക് എല്ലുവേണം. അപ്പോഴേക്ക് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ ഒച്ചപ്പാടും വേളഞ്ഞു ചോദിക്കുക. അല്ല, ഞങ്ങളുടെ മുറി അലങ്കരിക്കാൻ പറയാനായിട്ട് അമ്മയോട് ആരാ പറഞ്ഞേ? അത് പിന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും ആദ്യരാത്രിയല്ലേ, അവരുടെ ആദ്യരാത്രി ഇന്ന് നടത്തണ്ടേ, ശാന്തി മുഹൂർത്തം കുറിക്കണ്ടേന്ന് ചോദിക്കും. ശാന്തി മുഹൂർത്തം കുറിക്കാനായിട്ടെ വേറെ മുറി കണ്ടെത്തിക്കണം, ഞങ്ങളുടെ മുറി തരാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഓഹോ, അപ്പൊ ഇവള് വന്ന ഉടനെ തന്നെ എരിപിരി കയറ്റി കൊടുത്തോന്ന് ചോദിക്കും. ദേ, ഇവൾ എന്നോടൊന്നും പറഞ്ഞല്ല, ഞാൻ മുറിയിൽ പോയി കണ്ട കാര്യങ്ങൾ അതൊക്കെ. അതൊക്കെ മര്യാദയ്ക്ക് എടുത്ത് മാറ്റിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മുറി ഞാൻ കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ചന്ദ്രമതി പറഞ്ഞു, ആഹാ, അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്ക്? പിന്നല്ലാതെ അഹങ്കാരം ഇല്ലാതെ. ചന്ദ്രമതി പറഞ്ഞു, ഇവിടെ ഇത് എന്റെ വീടാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ട സച്ചു പറഞ്ഞു, അമ്മയുടെ വീടായിരിക്കും, പക്ഷെ എന്റെ മുറിയാണത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളായി. അവസാനം രേവത്തോട് സച്ചേട്ട ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. ഈ സമയം ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു. മുറി പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, സച്ചി നിനക്ക് ആ മുറി കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്ന് ചോദിക്കുകയാണ്. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ മുറി അങ്ങോട്ട് കൊടുക്ക്. നീ ഒളിച്ചോടി പോയവനല്ലേ, പോരാത്തതിന് എന്തൊക്കെ തരികട പണികളെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് മുറി കൊടുക്കാൻ യോഗ്യം നീയാണ്, നിന്റെ മുറി അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതിനെ ഒന്ന് നോക്കണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങണം, നാളെ നേരത്തെ എഴുന്നേക്കണ്ട, നാളെ നേരത്തെ എഴുന്നേറ്റ് ബ്യൂട്ടി പാർലറിൽ പോകണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രുതി ചോദിച്ചു, ബ്യൂട്ടി പാർലറിൽ പോകാനോ? ഞാനല്ലേ ബ്യൂട്ടി പാർലറിൽ പോന്നെ. അത് പക്ഷെ എനിക്ക് ഷോറൂമിൽ പോകണം, നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. ഞാൻ അതാ ഉദ്ദേശിച്ചുള്ളെന്ന് പറയണം. നേരത്തെ കയറി കിടക്കണമെന്ന് പറയണം. വന്നേന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ്. ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താ ഫുഡൊന്നും കഴിക്കണില്ല, എനിക്ക് ഫുഡൊന്നും വേണ്ട, വിശക്കുന്നില്ല എന്നും പറഞ്ഞ് പോയി കഥ അടയ്ക്കുവാണ്. രേവതിക്ക് സജീവൻ കാര്യം മനസ്സിലായി. കാരണം മുറി ഇനിയിപ്പോ അവരോട് ചോദിച്ചാൽ അവരുടെ മുറി മാറിക്കൊടുക്കേണ്ട വരുമോ എന്നൊരു ചിന്ത വന്നുകൊണ്ട് രണ്ടെണ്ണം കൂടെ മുറിയിലേക്ക് പോയി കഥ അടച്ചിരിക്കുന്ന നേരത്തെ. ഈ സമയം സച്ചു പറഞ്ഞു, കണ്ടില്ലേ പോയ പോക്ക്, അവർക്ക് മുറി കൊടുക്കാൻ കഴിയില്ല, അപ്പൊ ഞങ്ങളുടെ മുറി തന്നെ വേണമല്ലേ, അങ്ങനെ ഞാൻ തരാൻ മനസ്സില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം സച്ചിയുടെ കൈയൊക്കെ രേവതി പിടിച്ചിട്ട് വന്നു, സച്ചേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അങ്ങനെ മാറ്റിക്കൊണ്ട് പോവാണ്. സച്ചേട്ടൻ എന്തൊക്കെയാ പറയണേ, മുറി കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇത് അച്ഛനെ കുറിച്ച് നോർത്ത് വെക്ക്, പാവ അച്ഛൻ. ഈ വഴക്കിന്റെയും പ്രശ്നത്തിന്റെയും പേരിൽ അച്ഛൻ ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സച്ചിക്ക്. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് സച്ചി വിട്ടുപോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മള് നാളെ കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും തന്നെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.